അടുത്തതായിട്ട് നമുക്കറിയാം, നമ്മുടെ ഇന്നത്തെ ഈ ഇവൻറ്റ് തുടക്കം മുതൽ ഇത്രയും നേരം കൈകാര്യം ചെയ്ത ഈ വേദി നിയന്ത്രിച്ചത് 4 പേരാണ്. അവരെ ഞാൻ പ്രത്യേകമായിട്ട് ഈ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. രാജേഷ് നായർ, അൻസി കൃഷ്ണൻ, ആൻഡോ ബാബു, ആൻഡ്രോസ് സോണി. ഇവർ 4 പേരും 4 വ്യത്യസ്ത സ്ഥലങ്ങളിൽ നിന്നാണ് 7B സംഗീതോത്സവം സീസൺ 8 നിന്ന് വന്ന് പങ്കുചേർന്നത്. അവർ വളരെയധികം എഫേർട്ട് എടുത്ത് നമുക്ക് വേണ്ടി ഇത്രയും ആത്മാർത്ഥമായി കഴിഞ്ഞ ഒരാഴ്ചക്കാലമായി ഇവർ പ്രിപ്പറേഷനും കാര്യങ്ങളും ഒക്കെ നടത്തിക്കൊണ്ടിരുന്നതാണ്. വളരെ ഭംഗിയായിട്ട് ഇവർ ഇത്രയും ചെയ്തു. നല്ലൊരു കൈയടി നിങ്ങളെല്ലാവരും കൂടെ ചേർന്ന് അവർക്ക് കൊടുത്തേ. വളരെയധികം രാജേഷിനെ ഞാൻ പരിചയപ്പെടുത്തുകയാണ്. രാജേഷ് വിവിധ വേദികൾ കൈകാര്യം ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ UK-ലെ 2-3 സ്റ്റേജുകളിൽ റീസെൻ്റ്ലി ഞാൻ ബ്രിട്ടീഷ് മലയാളി പോലുള്ള സ്റ്റേജുകൾ അദ്ദേഹം ആങ്കർ ചെയ്തതാണ്. അദ്ദേഹത്തോടൊപ്പം തന്നെ ആങ്കർ ചെയ്ത ആങ്കർ ആയിരുന്നു ആൻസി ഇസ് ഫ്രം സൗത്താംപ്ടൺ, രാജേഷ് ഇസ് ഫ്രം ഡർബി. 2 പേരും IT, രാജേഷ് മെൻ്റൽ ഹെൽത്ത് സെക്ടറിൽ വർക്ക് ചെയ്യുന്നു. അതോടൊപ്പം തന്നെ ആൻസി പ്രൊജക്ട് മാനേജറായി വർക്ക് ചെയ്യുന്നു. അതോടൊപ്പം ആൻഡോ ബാബു, ഹീസ് ഫ്രം ബെഡ്ഫോർഡ്, ഹീസ് എ പ്രൊജക്ട് മാനേജർ ആസ് വെൽ. ആൻഡ് ആൻഡ്രോസ് സോണി, ഇതിലെ ചെറിയ കുട്ടി, ഫ്രം ലീഡ്സ് ബാൻഫൈ നേഴ്സായി വർക്ക് ചെയ്യുന്നു. ഇവർക്ക് 4 പേർക്കും പ്രത്യേകമായ നന്ദി ഞങ്ങൾ അറിയിക്കുകയാണ്. പ്രത്യേകിച്ച് 7B സംഗീതോത്സവം ഈ ചാരിറ്റി ഇവന്റ് ഇത്ര മനോഹരമാക്കുവാൻ, ഇത്ര കളർഫുൾ ആക്കുവാൻ നിങ്ങൾ ചെയ്ത എഫോർട്ടിനെ ഞങ്ങൾ പ്രത്യേകമായിട്ട് അഭിനന്ദിക്കുകയും നിങ്ങൾ പ്രത്യേകമായി ഞങ്ങളുടെ ഓരോരുത്തരെയും പേരിൽ ഞങ്ങൾ നന്ദി അറിയിക്കുകയും ചെയ്യുന്നു. Thank you so much for having us here. 15, 20, 25, 30, you know it's never too much. Yeah, we got the energy reduced up. Yeah, we got the energy reduced up. 5, 10, 15, 20, 25, 30, you know it's never too much. Yeah, we got the energy reduced up. Maximum boost up. Thank you. നല്ലൊരു കൈയടി കൊടുത്തേ രാജേഷ്. എലിസ് ചേച്ചി, ജ്യോതി, ജിൻസി, ലിൻഡ, നിങ്ങളെല്ലാവരും സ്റ്റേജിലേക്ക് കടന്നു വരിക. താങ്ക് യു. അടുത്തതായിട്ട് നമ്മളെ ഇവിടെ ഇതിന് വേണ്ടുന്ന ടെക്നിക്കൽ സപ്പോർട്ട് ചെയ്തതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച ഒരു വ്യക്തിയാണ്. അദൃശ്യനായി ഇതിൻ്റെ പിന്നിൽ നിൽക്കുന്നുണ്ട്. കുറേ ദിവസങ്ങളായി നിങ്ങളുടെയൊക്കെയും ഈ ട്രാക്കുകളൊക്കെ എടുക്കുകയും അതെല്ലാം വേണ്ട വിധത്തിൽ ചെക്ക് ചെയ്യുകയും അതെല്ലാം ഇന്ന് വേണ്ട വിധത്തിൽ ഓപ്പറേറ്റ് ചെയ്യുകയും ചെയ്ത ജോമേഷ് തോമസ്, ഈസ് ഫ്രം ബെഡ്ഫോർഡ്. അദ്ദേഹത്തിന് ഞങ്ങൾ ജോമേഷിനെ ഇതിലേക്ക് ക്ഷണിക്കുന്നു. I get loose when me cruise up. Say they won't get me like bruiser. Double shot of Henny Grey Goose up. Blacked out. Thank you Jomesh for your effort and support. അടുത്തായി നമുക്കറിയാം, നമ്മുടെ ഈ ഈവന്റ് ഇവിടെ നടക്കാനുള്ള കാരണം കേംബ്രിഡ്ജ് മലയാളി അസോസിയേഷനാണ്. കേംബ്രിഡ്ജ് മലയാളി അസോസിയേഷൻ ഹോസ്റ്റ് ചെയ്തുകൊണ്ടാണ് ഇത്ര മനോഹരമായ ഒരു ഈവന്റ് നമുക്ക് ഈ കേംബ്രിഡ്ജ് പട്ടണത്തിൽ നടത്തുവാൻ സാധിച്ചത്. അതുകൊണ്ട് കേംബ്രിഡ്ജ് മലയാളി അസോസിയേഷന്റെ പ്രതിനിധികളായ ശ്രീ എബ്രഹാം ലൂക്കോസ്, ജോജി ജോസഫ് പ്രസിഡന്റ്, ദീപ സെക്രട്ടറി, ശ്രീജു പുരുഷോത്തമൻ PRO, ഇവരെ 4 പേരെ ഞങ്ങൾ ക്ഷണിക്കുകയാണ് ഞങ്ങളുടെ ഒരു സ്നേഹോപകാരം നൽകുന്നതിനായി. Yeah, we got the energy reduced up. 5, 10, 15, 20, 25, 30, you know it's never too much. Yeah, we got the energy reduced up. Maximum boost up. 5, 10, 15, 20, 25, 30, you know it's never too much. Yeah, we got the energy reduced up. Yeah, we got the energy reduced up. 5, 10, 15, 20, 25, 30, you know it's never too much. Yeah, we got the energy reduced up. Maximum boost up. നമുക്ക് അതുപോലെ തന്നെ നമ്മുടെ പ്രോഗ്രാമിനെ 7B സംഗീതോത്സവം സീസൺ 8 തുടക്കം മുതൽ ഇതിനു വേണ്ടുന്ന ലൈവ് സ്ട്രീമിംഗ്, ഫോട്ടോഗ്രാഫി, വീഡിയോഗ്രാഫിയൊക്കെ മനോഹരമായി ചെയ്യുന്ന സ്റ്റാൻസ് ക്ലിക്ക് ഫോട്ടോഗ്രാഫിയുടെ കുശാൽ ആൻഡ് ഐറീനെ ഞാൻ ഈ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. ഐറീൻ, കുശാലിൻ്റെ വൈഫാണ് ഐറീൻ. നമ്മുടെ സീസൺ 5 ആങ്കർ ആയിരുന്നു. ഐറീനെ നമ്മൾ ഈ വേദിയിലേക്ക് ക്ഷണിക്കുന്നു.
നമുക്ക് അതുപോലെ തന്നെ 7Bs സംഗീതോത്സവം തുടക്കം മുതൽ ഇതിനു വേണ്ട ശബ്ദവും വെളിച്ചവും അത് വേണ്ട വിധത്തിൽ ക്രമീകരിക്കുന്ന ബീറ്റ്സ് UK ഡിജിറ്റൽ ബിനു ജേക്കബിനെ ഞങ്ങൾ ഈ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. നല്ലൊരു കൈയടി കൊടുത്ത ബിനുവിൻ്റെ സൗണ്ട് ആൻഡ് ലൈറ്റ്സ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ താങ്ക് യു സോ മച്ച് ബിനു. അതുപോലെ നമുക്കതുപോലെ തന്നെ നമ്മുടെ ഈ പ്രോഗ്രാമിനെ വളരെ ഭംഗിയായി നമുക്ക് ഇതുപോലെ തന്നെ വേറെ 1-2 ഈവൻറ്റുകൾ UK നടക്കുന്നുണ്ടെന്നുള്ള കാര്യം നിങ്ങൾക്കറിയാം. ഗ്രേസ് മെലഡീസ്, അതുപോലെ തന്നെ നമ്മുടെ മഴവിൽ സംഗീതം, അവരുടെ പ്രതിനിധികളെ ഞങ്ങൾ പ്രത്യേകമായിട്ട് ഇങ്ങോട്ട് ക്ഷണിക്കുകയാണ്. അനീഷ് ജോർജ് ആൻഡ് ഉണ്ണികൃഷ്ണൻ നായർ. Girl, I get loose on me cruiser. Say they want get me like bruiser. Double shot of Henny Grey Gooster. Blacked out whenever we group up. Paint the city red like a rooster. I'm on another level, man, a streamer. Business class to Bermuda. Big dog, never been a barracuda. 5, 10, 15, 20, 25, 30. You know it's never അടുത്തതായിട്ട് too much. കലാഖാം ഷെയറിന്റെ പ്രസിഡന്റായി ഈയിടെ തെരഞ്ഞെടുക്കപ്പെട്ട ഒരു വ്യക്തിയാണ് ശ്രീമാൻ റെജി കോശി. അദ്ദേഹത്തിനെ ഞങ്ങൾ ഈ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. We got the energy reduced up. Reduced up 5, 10, 15, 20, 25, 30. You know it's never too much. Yeah, we got the energy reduced up. Maximum boost. താങ്ക് യു റെജി കോശി. അതുപോലെ നമ്മുടെ ഈ ഈവന്റിന്റെ സംഗീതോത്സവം തുടക്കം മുതൽ നമുക്ക് സപ്പോർട്ട് ചെയ്തിരുന്ന ഒരു വ്യക്തിയാണ് ശ്രീമാൻ ജിൻഡോ ജോസഫ്. He's came all the way from Manchester to just watch and support. Jindo, please come. Yeah, we got the energy reduced up. Maximum boost up. അവസാനമായി നമ്മുടെ ഈ പ്രോഗ്രാം അവസാനിക്കുന്നതിന് മുന്നേ നിങ്ങൾക്ക് ഒരു വോട്ട് ഓഫ് താങ്ക്സ് പറയുന്നതിനായി നമ്മുടെ PROയും കോർഡിനേറ്ററുമായ ശ്രീമാൻ അപ്പച്ചൻ കണ്ണച്ചിറെ ഞാൻ ക്ഷണിച്ചുകൊള്ളുന്നു. താങ്ക് യു. ഏറ്റവും സ്നേഹം നിറഞ്ഞ കലാസ്വാദകരെ, കലാകാരെ, നമ്മുടെ വിശിഷ്ടാതിഥികൾ പോയി കഴിഞ്ഞു. എങ്കിലും അവരെ അനുസ്മരിക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തത്തിൻ്റെ ഒരു ഭാഗമാണ്. സാധാരണഗതിക്ക് നന്ദി പ്രസംഗത്തിന് എപ്പോഴും ജോമോൻ എന്നെ ഏൽപ്പിക്കുക. ആ സമയത്ത് സാധാരണഗതിക്ക് രണ്ട് പേരെ ഉണ്ടാകാറ് കൂടുതലായിട്ട്. നമ്മുടെ LED-ക്കാരനും സൗണ്ട് സിസ്റ്റക്കാരനും ഏറി വന്ന സ്റ്റാൻഡ് ക്ലിക്കും കൂടി ഉണ്ടാകാറുണ്ട്. അപ്പോൾ ആദ്യത്തെ നന്ദി അവർക്ക് തന്നെ പറയേണ്ടതെന്ന് എനിക്ക് തോന്നുവാണ്. എങ്കിലും നമ്മുടെ ഔപചാരികതയുടെ പേരിൽ ഇന്നത്തെ നമ്മുടെ ഈ ഈ ചാരിറ്റി ഇവൻ്റ് നമ്മുടെ P. ജയേന്ദ്രൻ ONV കുറുപ്പിൻ്റെ അനുസ്മരണാർത്ഥം നമ്മൾ ട്രിബ്യൂട്ടായിട്ട് സംഘടിപ്പിച്ച ഈ ചാരിറ്റി ഇവൻറ്റിൻ്റെ 7Bs ഓർഗനൈസ് ചെയ്ത ഈ ചാരിറ്റി ഇവൻറ്റിൻ്റെ ഉദ്ഘാടന കർമ്മത്തിനായിട്ട് ഇവിടെ എത്തിച്ചേർന്ന ബഹുമാനപ്പെട്ട മേയറേയും കൂടാതെ ഫസ്റ്റ് സിറ്റിസൺ ഓഫ് ദ സിറ്റി വൈഫ് ആൻസിയെയും പ്രത്യേകമായി നന്ദിയോടെ ഈ തരുണത്തിൽ സ്മരിക്കുന്നു. കൂടാതെ നമ്മുടെ ഈ പരിപാടികൾക്ക് ഏറ്റവും ആകർഷകമാക്കാനും ഈ വർണ്ണ വിസ്മയങ്ങൾക്കിടെ ഒരു തിലകം കുറിക്കുവാനായിട്ട് ഇവിടെ എത്തിയ നമ്മുടെ ബഹുമാനപ്പെട്ട നടി എസ്തർ അനിലിനെയും പ്രത്യേകം നന്ദിയോടെ സ്മരിക്കുന്നു. ഈ പരിപാടികൾ ഇങ്ങനെ സാധ്യമായി തീരുന്നത് നമ്മുടെ ഈ പ്രിയപ്പെട്ട നമ്മുടെ ആദരണീയരായ സ്പോൺസേഴ്സ് ഒന്നുകൊണ്ട് മാത്രമാണ്. അപ്പോൾ സ്പോൺസേഴ്സിൻ്റെ ഓരോരുത്തരെയും പേര് നമുക്ക് എടുത്തു പറയാൻ കഴിയുന്നില്ലെങ്കിലും അവരെ എല്ലാം നന്ദിയോടെ തരുണത്തിൽ സ്മരിച്ചുകൊണ്ട് അവർക്കെല്ലാവർക്കും 7Bsൻ്റെ ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി രേഖപ്പെടുത്തുന്നു. നമ്മുടെ ഇന്നത്തെ പരിപാടികൾ ഏറ്റവും ആലങ്കാരികമായി പറഞ്ഞാൽ ഏറ്റവും വർണ്ണാഭമാക്കാനും കലാവസന്തം തന്നെ ഇവിടെ പെയ്തു തീർത്ത ഈ സന്ദർഭത്തിൽ ഇവിടെ എത്തിയ എല്ലാ കലാകാരെയും ഞാൻ പ്രത്യേകമായി നന്ദിയോടെ സ്മരിക്കുന്നു. കൂടാതെ നമ്മുടെ ഈ പ്രോഗ്രാമിൻ്റെ വിജയമെന്ന് പറയുന്നത് ഈ പരിപാടിയുടെ ഓരോ പ്രോഗ്രാമുകളെ കോർത്തിണക്കിക്കൊണ്ട് അവരുടെ മർമ്മവും നർമ്മവും ചേർത്തുകൊണ്ട് എത്ര ഭംഗിയായിട്ട് അവതരിപ്പിച്ച നമ്മുടെ പ്രിയപ്പെട്ട മാസ്റ്റർ ഓഫ് സെറമണി അംഗങ്ങളായ അൻസി, രാജേഷ്, ആൽബർട്ട്, ആൻഡ്രോസ്, ആൻഡോ എന്നിവരെ ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി രേഖപ്പെടുത്തുന്നു. നമ്മുടെ ഈ പരിപാടി ഇത്രയും ഭംഗിയായിട്ട് നടത്തുവാൻ കഴിഞ്ഞത് നമ്മുടെ ആതിഥേയ അസോസിയേഷൻ്റെ ഏറ്റവും വലിയ
അവരുടെ സഹകരണം ഒന്നുകൊണ്ട് മാത്രമാണ്. CMAയുടെ ഓരോ വ്യക്തികളെയും ഓരോ ലീഡേഴ്സിനെയും ഹൃദയത്തിൻ്റെ ഭാഷയിൽ സ്മരിച്ചുകൊണ്ട് ഞാൻ പ്രത്യേകം നന്ദി പറയുന്നു. എബ്രഹാം ലൂക്കോസ്, ജോജി, ദീപ, എല്ലാവരെയും പ്രത്യേകമായി നന്ദി സ്മരിക്കുന്നു. കൂടാതെ ഇത്രയും പേരൊക്കെ സാധാരണയ്ക്ക് ഇത്രയും കലാസ്വാദകർ എത്താനും അവർക്കെല്ലാം സൗകര്യപ്രദമായിട്ട് ഇങ്ങനൊരു വേദി, അത് ഏറ്റവും ഫെസിലിറ്റികളോടുള്ളൊരു വേദി ആദ്യമായിട്ടാണ് നമുക്ക് കിട്ടുന്നത്. അതിന് പ്രത്യേകം CMAയുടെ എല്ലാ സാരഥികൾക്കും പ്രത്യേകം നന്ദി രേഖപ്പെടുത്തുന്നു. നമ്മുടെ കൂടുതലായിട്ട് പറയുകയാണെങ്കിൽ നമ്മുടെ സാങ്കേതിക വിദ്യ കൊണ്ട് നമ്മുടെ ഈ പരിപാടിയെ ഏറ്റവും ആകർഷകമാക്കിയ നമ്മുടെ LED-യുടെ വെൽസ്, നമ്മുടെ സൗണ്ടിൻ്റെ ഓപ്പറേറ്റർ ബിനു, കൂടാതെ നമ്മുടെ ഫോട്ടോസ്, നമ്മുടെ ഇന്നത്തെ ഈ പരിപാടികളെ നാളെ വീണ്ടും അനുസ്മരിക്കുവാനായിട്ടും ഏറ്റവും ഭംഗിയായിട്ട് അത് കോർത്തിണക്കിക്കൊണ്ട് നാളെ നമുക്ക് കാണുവാനായിട്ട് ഇവിടെ നമുക്ക് വേണ്ടി ഫോട്ടോസ് എടുത്ത സ്റ്റാൻ ക്ലിക്കിനെയും പ്രത്യേകം നന്ദിയോടെ അനുസ്മരിക്കുന്നു. കൂടാതെ നമുക്ക് രുചികരമായ ചൂടൻ ഭക്ഷണങ്ങളൊക്കെ ഇന്ന് നൽകിയ നമ്മുടെ പ്രിയപ്പെട്ട മന്ന ഗിഫ്റ്റ് കാറ്ററിങ്സിനെയും, കൂടാതെ ഇന്നത്തെ പരിപാടികളിൽ വിവിധ തലങ്ങളിൽ നമ്മളെ സഹായിക്കാനെത്തിയ എല്ലാവരെയും പ്രത്യേകമായി നന്ദിയോടെ സ്മരിക്കുന്നു. എന്തൊക്കെ പറഞ്ഞാലും ഈ പരിപാടിയുടെ ഏറ്റവും വലിയ വിജയം എന്ന് പറയുന്നത് ഒരു ജോമോൻ്റെയും ഈ സണ്ണിയുടെയും അങ്ങനെ കുറച്ച് വ്യക്തികളുടെ മാത്രം നിതാന്തമായ ശ്രമവും അവരുടെ ചിട്ടയായ പ്ലാനിങ്ങുകളും അവയെല്ലാം കോർത്തിണക്കിക്കൊണ്ട് ഇവിടെ നല്ല രീതിയിൽ അവതരിപ്പിക്കാൻ കഴിഞ്ഞ CMAയുടെയും സഹകരണമാണ് ഈ പരിപാടിയുടെ മൊത്തം വിജയത്തിൻ്റെ കാരണം. അവർക്കെല്ലാവർക്കും ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി പറഞ്ഞുകൊണ്ട് എല്ലാവരെയും അനുസ്മരിച്ചു എന്ന് ഞാൻ വിചാരിക്കുന്നു. ആരെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ദയവേത് ക്ഷമിക്കണം. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി രേഖപ്പെടുത്തുന്നു. എല്ലാവർക്കും തിരിച്ചു പോകാൻ നല്ല സേഫായിട്ടൊരു ജേണി ആശംസിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു. ഏവർക്കും നന്ദി, നമസ്കാരം.